ജനവിധി അനുകൂലമായിട്ടും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാതായതോടെ UDF-ലും കോൺഗ്രസിലും പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഗ്രൂപ്പ് പോരും ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ നിലപാടുകളും മുന്നണിക്കുള്ളിൽ അതൃപ്തി പുകയുകയാണ്. ഘടകകക്ഷികൾ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ അമർഷം പോസ്റ്റർ യുദ്ധമായി തെരുവിലേക്ക് പടരുകയാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് RSP നടത്തിയത്. രാഷ്ട്രീയ അനിശ്ചിതത്വം പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കിയെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. UDF-ന്റെ ഉജ്ജ്വല വിജയത്തിന്റെ തിളക്കം കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ തർക്കങ്ങൾ. ഹൈക്കമാൻഡിനോട് അഭിപ്രായം പറഞ്ഞത് അവരുടെ ക്ഷണപ്രകാരമാണ്. ഘടകകക്ഷികൾക്കെതിരെ MM ഹസൻ നടത്തിയ പരാമർശങ്ങൾ നിർഭാഗ്യകരമാണെന്നും RSP നേതൃത്വം വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട ശ്രീ MM ഹസൻ പറയുന്നത് കേട്ടാൽ ഞങ്ങൾ അനധികൃതമായി അനാവശ്യമായി തിടുക്കപ്പെട്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്ന നിലയിലാണ് അദ്ദേഹം ലീഗിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം. വളരെ വളരെ നിർഭാഗ്യകരമായി പോയി ശ്രീ MM ഹസൻ നടത്തിയ പരാമർശം. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ സോണിയാഗാന്ധി മുസ്ലിം ലീഗിന്റെ നിലപാട് തേടി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സോണിയാഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ടു. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ഉറച്ച നിലപാടാണ് ലീഗ് ആവർത്തിച്ചത്. ജനവികാരം മാനിക്കണമെന്ന് സാദിഖ് അലി തങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. മുഖ്യമന്ത്രി തർക്കം തെരുവിലേക്ക് പടരുന്ന കാഴ്ചയാണ് മലബാറിൽ കാണുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വയനാട്ടിലും മുക്കത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വയനാടിനെ അടുത്ത അമേഠിയാക്കരുതെന്നാണ് പോസ്റ്ററുകളിലെ പ്രധാന മുന്നറിയിപ്പ്. വയനാട് എപ്പോഴും സുരക്ഷിത സീറ്റാണെന്ന് കരുതരുതെന്നും പോസ്റ്ററിൽ പറയുന്നു. KC വേണുഗോപാലിനെതിരെ വിദ്വേഷ പരാമർശങ്ങളുമായി സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം കനക്കുകയാണ്. മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച കുട്ടികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച പോസ്റ്റിന് താഴെ വരെ അധിക്ഷേപം തുടരുകയാണ്. KC വേണുഗോപാൽ കോൺഗ്രസിന്റെ അന്തകനെന്നാണ് പ്രധാന വിമർശനം. അതേസമയം തൃക്കാക്കരയിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ചും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ബെന്നി ബെഹനാൻ MPയോട് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പെരുമ്പാവൂരിൽ സ്വകാര്യ പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു പ്രവർത്തകരുടെ വികാര പ്രകടനം. ഒരുപാട് യുവാക്കൾ സാറിന് തന്നെ അറിയാം. സാറിന്റെ നിലപാട് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങളുടെ MP ആണ്. അതേസമയം രമേശ് ചെന്നിത്തലയ്ക്കായി എറണാകുളത്തെ പ്രാദേശിക നേതാക്കൾ രംഗത്ത് വന്നു. 26-ാം വയസ്സിൽ മന്ത്രിയായ ചെന്നിത്തലയുടെ പരിചയസമ്പത്ത് കേരളത്തിന് ആവശ്യമാണെന്നാണ് ഇവരുടെ വാദം. മുഖ്യമന്ത്രി തർക്കത്തിൽ തങ്ങൾ ആരെയും ഔദ്യോഗികമായി പിന്തുണച്ചിട്ടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും കാന്തപുരം വിഭാഗവും വ്യക്തമാക്കി. മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഭരണസ്തംഭനം ഒഴിവാക്കാൻ തീരുമാനമുടൻ വേണം. ആര് മുഖ്യമന്ത്രിയായാലും സുന്നി സമുദായത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്നാളെയാണ് പിന്താങ്ങുന്നത്. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ജയിച്ചു പോയ UDF-ന്റെ MLA-മാരൊക്കെ ഇതിന് അർഹരാണ്. സ്വാഭാവികമായിട്ട് വലിയ കക്ഷിൻ്റെ നേതാക്കന്മാരായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. അത് ആര് വന്നാലും സമസ്തകളുടെ ജമീയത്തുലമക്ക് അതിലൊരു എതിർപ്പില്ല. ആര് വന്നാലും സമസ്തകളുടെ ജമീയത്തുലമക്ക് ആവശ്യമുള്ള സംഗതികൾ അവരെ മുന്നേ നമ്മൾ ബോധിപ്പിക്കും. ആരെയും പിന്തുണച്ച് കത്ത് നൽകിയിട്ടില്ലെന്ന് അബ്ദുൽ ഹക്കീം അസരിയും വ്യക്തമാക്കി. നമുക്കിപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാവരും തന്നെ യോഗ്യരായ ആളുകളാണ്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് പാർട്ടിയാണ്. അങ്ങനെയുള്ള ആളാരാവണം എന്നൊന്നും പറയുന്ന രീതി സമസ്തയ്ക്ക് ഇല്ലല്ലോ. കേരളത്തിലെ ഭരണത്തലവനെ ചൊല്ലിയുള്ള ഈ വടംവലി എവിടെ അവസാനിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.